ഹായ് ഫ്രണ്ട്സ്, ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലൻ 2 ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എലിയും പല്ലിയും എല്ലാം എങ്ങനെ ഒന്നിച്ച് തുരത്താം എന്നുള്ള നല്ല സൂപ്പർ ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് വേണ്ടത് കേട്ടോ. അപ്പം ഗോതമ്പ് പൊടി ആകുമ്പോഴത്തേനും അതിന് നല്ലൊരു മണമാണല്ലോ. അപ്പോൾ അത് എലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം 1 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ രണ്ടുകൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഷാമ്പു ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഷാമ്പു ഏത് ഷാമ്പു ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു സ്വല്പം മാത്രം മതി കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഷാമ്പു ഇല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പം അത് കഴിക്കുമ്പോഴത്തേനും അതിന് ഭയങ്കര ഒരു വെപ്രാളമായിരിക്കും കേട്ടോ. ഭയങ്കരമായിട്ട് എരിഞ്ഞ് കയറും. കാരണം മുളക് പൊടിയും ഷാമ്പുവും അതേപോലെ തന്നെ ഡിഷ് വാഷ് ഇതെല്ലാം ഉള്ളിൽ ചെല്ലുമ്പോൾ ഭയങ്കര എരിവായിരിക്കും. വേണമെങ്കിൽ ഷാമ്പു ഇല്ല എങ്കിൽ കുറച്ച് ഡിഷ് വാഷ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചെല്ലുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വെപ്രാളമായിട്ട് ഓടിക്കോളും കേട്ടോ. മരണ വെപ്രാളമായിട്ട് ഓടിക്കോളും. ഇവിടെ ഒന്നും നിൽക്കത്തില്ല, കൂട്ടത്തോടെ എലി വന്ന് കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എലിയെ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു എഫക്റ്റുള്ള സാധനമാണിത്. അത് നമുക്ക് തുരത്താനായിട്ട് പറ്റും എലിയേക്ക്. അതേപോലെ വീട്ടിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലി, പാറ്റ ഈ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് മുളക് പൊടിയും അതേപോലെ ഗോതമ്പ് പൊടിയും അതേപോലെ ഡിഷ് വാഷ് അതല്ലെങ്കിൽ ഷാമ്പു ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാട് വെള്ളം ആവരുത്. കാരണം ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതിനകത്തോ അതല്ലെങ്കിൽ സാധാ പേപ്പറിനകത്ത് തേച്ചിട്ട് അതല്ലെങ്കിൽ പിന്നെ ടിഷ്യൂ പേപ്പറിനകത്ത് തേച്ചിട്ടാണെങ്കിലും അതേപോലെ അതങ്ങ് കഴിച്ചോളും കേട്ടോ. ടിഷ്യൂ പേപ്പറൊക്കെ ആകുമ്പോഴത്തേനും ആ ടിഷ്യൂ പേപ്പറോടെ തന്നെ അതങ്ങ് കഴിച്ചോളും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കട്ടിയുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എത്ര സ്ഥലത്ത് വേണമെങ്കിലും ഓരോ ഭാഗമായിട്ട് മുറിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. ഓരോ പൊത്തിൽ എലി വരുന്ന പൊത്തിൻ്റെ ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് എലിശല്യം അകത്തുണ്ടെങ്കിൽ പല്ലിശല്യം പാറ്റശല്യമൊക്കെ അകത്തുണ്ടെങ്കിൽ അകത്തൊരു പീസ് മുറിച്ച് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. കാരണം ആ ഭാഗത്താണല്ലോ കൂടുതൽ നമുക്ക് പല്ലിയാണേലും പാറ്റയാണേലും ഒക്കെ വന്നിരുന്ന് കഴിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ആ പേപ്പറിനകത്ത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് പേപ്പറോടെ തന്നെ വന്ന് കരണ്ടി കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എലിയെ കൊല്ലാനല്ല, അതിന് വെപ്രാളം ഉണ്ടാകും കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഭാഗത്തൊന്നും വരത്തില്ല, അതങ്ങ് ഓടിക്കോളും ഇത് കഴിച്ചിട്ട്. ഈ ഒരു മണം ഉള്ളതുകൊണ്ട് തന്നെയും കൂടുതലായിട്ട് അത് വന്ന് ഒന്നിച്ച് കഴിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ സ്ഥലം വിട്ടങ്ങ് പോയിക്കോളും കേട്ടോ. പിന്നെ പരിസരത്തൊന്നും വെള്ളം വയ്ക്കാതെ സൂക്ഷിക്കണം. കാരണം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം നമ്മുടെ പരിസരത്തൊന്നും വെക്കരുത്. ഇത് അങ്ങ് കഴിച്ചിട്ടങ്ങ് ഈ പരിസരം വിട്ട് തന്നെ പോയിക്കോളും. അപ്പോൾ ഇത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ്. എലിവിഷമൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് തന്നെ നമ്മൾ എലിവിഷം മേടിച്ചാൽ തന്നെ നമ്മളത് പഴത്തിനകത്തോട്ടാക്കി കൊടുക്കണം. അതല്ല എങ്കിൽ നമ്മൾ മാവിൽ ഉരുട്ടി അത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഇതാകുമ്പോഴത്തേനും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ്. നമുക്ക് പേടിക്കണ്ട. അപ്പോൾ നമുക്കൊരു കർപ്പൂരം കൂടെ പൊടിച്ചിടാം കേട്ടോ. അപ്പോൾ ഒരുപാട് കർപ്പൂരം എടുക്കരുത്, കാരണം ആ ഒരു സ്മെല്ല് അതിന് ഇഷ്ടപ്പെടില്ല. ഒരെണ്ണം ആകുമ്പോഴത്തേനും അതിനകത്തങ്ങ് അലിഞ്ഞ് ചേർന്നോളും കേട്ടോ. കർപ്പൂരം ഉള്ളിൽ ചെന്നാൽ അറിയാലോ, ഭയങ്കര ഒരു വെപ്രാളമാണ് അതിന്. എരിവ് ഈ കർപ്പൂരത്തിൻ്റെയും മുളക് പൊടിയുടെയും ഷാമ്പൂവിൻ്റെയും ഒക്കെ എരിവ് ഉള്ളിൽ ചെന്നിട്ട് അത് ഈ ഭാഗം തന്നെ വിട്ട് പൊയ്ക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് നിസ്സാരമായിട്ട് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന 2 കിടിലൻ ടിപ്പാണ് ചെയ്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഓരോ പീസാക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ എലിപ്പൊത്ത് ആ ഭാഗത്തെല്ലാം വെച്ച് കൊടുക്കാം. കോട്ടൺ തുണിയാണേലും ഇതേപോലെ നമുക്ക് തേച്ച് കൊടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ഒന്ന് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വീട്ടിനകത്ത് വരുന്ന എലികളൊക്കെ ഉണ്ടെങ്കിൽ, ശല്യം ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് പോയിക്കോളും. പിന്നെ അതേപോലെ നമ്മൾ എലി വരുന്ന ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാം. എന്നാണ് എലിപ്പൊത്തുള്ള സ്ഥലത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നതായിട്ട് കാണിക്കാവേ. കണ്ടോ, ഇതിനകത്തെല്ലാം തോണ്ടി മറിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പം കുറേ നാളത്തേക്ക് നമുക്ക് എലിശല്യം കാണില്ല കേട്ടോ. കണ്ടോ, ആ പൊത്ത് ഭാഗത്തെല്ലാം വെച്ച് കൊടുക്കുക. തീർച്ചയായിട്ടും വന്ന് കഴിക്കും. കാരണം ആ ഗോതമ്പിൻ്റെ പൊടിയുടെ ഒക്കെ ഒരു മണമുള്ളതുകൊണ്ട് തന്നെ വന്ന് കഴിക്കുകയും ചെയ്യും. അതങ്ങ് പിന്നെ ഈ സ്ഥലം വിട്ട് പോയിക്കോളൂ കേട്ടോ. അടുത്ത ടിപ്പ് കാണിക്കാം. നമ്മൾ കുരുമുളകില നല്ല ഒരു എഫക്റ്റാണ് കേട്ടോ. അപ്പം ഈ പല്ലികളൊക്കെ വരുന്ന സ്ഥലത്ത് പാറ്റ, ഈച്ച അങ്ങനെയുള്ള ശല്യമൊക്കെ ഒഴിവാനായിട്ട് നമുക്ക് 2 കുരുമുളകില ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ കല്ലിനകത്ത് വെച്ച് ചതച്ചെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ചാറ് പെട്ടെന്നായിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചാറ് പെട്ടെന്ന് ഇറങ്ങി കിട്ടും കേട്ടോ. നല്ലൊരു കളറാണ് ഇതിന്, നല്ലൊരു എരിവുമാണ്. അപ്പോൾ ഈ ഒരു മണം നല്ല കിച്ചണിൽ നല്ല നിറഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. ഈ കുരുമുളകിൻ്റെ ഇലയുടെ മണം ചതച്ചപ്പം പിന്നെ പറയേണ്ട കാര്യമില്ല, നല്ലൊരു മണമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൊല്യൂഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് പല്ലി വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുമ്പോഴത്തേന് തന്നെ അവിടെയൊക്കെ പല്ലിയൊക്കെ വന്ന് മേയാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുക്കണ്ട. ഇതിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുകയാണ്. അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, ഒരു 2 ഗ്ലാസോളം വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം, നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് തിളപ്പിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ഒരു കളറ്, നല്ലൊരു റെഡ് കളർ അതിനകത്ത് നമുക്ക് കിട്ടും. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി ഇതേപോലെ നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സാധാ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഇതേപോലെ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ കൊതുക് വരുന്ന ഭാഗത്ത്, ജനലിൽ, വാഷ് ബേസിനിൽ, സിങ്കിൽ കണ്ടോ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഈ ഒരു മണം അടിച്ചിട്ട് ആ ഭാഗത്തു നിന്നുള്ള ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടും നമുക്ക് കൊതുക് ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടും. അപ്പോൾ ബാക്കി നമ്മൾ ചതച്ച് ഇതുപോലെ ബൗളിനകത്തോട്ടാക്കി വെച്ചില്ലേ, അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കോടാലിത്തേല ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2-3 തുള്ളി കോടാലിത്തേല ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിച്ച പേസ്റ്റും കളയണ്ട, അതും കൂടെ എടുക്കാം. അപ്പോൾ നല്ലൊരു മണമാണ്. അതിനകത്ത് നമുക്ക് ഈ കോടാലിത്തല ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പല്ലി, പാറ്റ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് കെമിക്കലും കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല വീട്ടിൽ തന്നെ ഉള്ള നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കിടിലൻ ടിപ്പാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുത്താൽ മതി. കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കുക, കബോർഡിൽ വെച്ച് കൊടുക്കുക. അപ്പം ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എല്ലാ പല്ലി, പാറ്റ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.